പ്രിയമുള്ള കൂടപ്പിറപ്പുകളെ, വേദിയിലെത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ, ബഹുമാന്യമായിട്ടുള്ള ഗവൺമെൻറ് ചീഫ് വിപ്പ്, ഇന്ന് നമ്മളിവിടെ നടത്തുന്ന ഈ പൊതുസമ്മേളനത്തിൽ തന്നെ വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ ആയിട്ടുള്ള യജമാനൻ അയ്യൻകാളിയുടെ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് DHRM ഇന്ന് ഈ വേദിയിൽ നടത്തുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ചാലിയ തെരുവ് കലാപം എന്ന് പറയുന്ന ദളിത് ജനസമൂഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആദ്യത്തെ സമരമായിട്ടാണ്. പക്ഷേ ആ സമരത്തെക്കുറിച്ചിന്ന് ചരിത്രത്തിലെങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം വന്നിട്ടുള്ള സമരങ്ങളെയൊക്കെ തന്നെ ഇവിടുത്തെ ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ തന്നെ ഇവിടെ എഴുതപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും അതിൻ്റെ അനുസ്മരണങ്ങളൊക്കെ തന്നെ സംഘടിക്കപ്പെടുകയും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മളതിൽ പങ്കെടുത്തിട്ടുള്ളതുമാവുന്നു. എന്നാൽ അതിൽ നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് ആദ്യത്തെ സമരമായിരിക്കുന്ന ചാലിയ തെരുവ് കലാപത്തിൻ്റെ ആദ്യത്തെ അനുസ്മരണ ദിനം കൂടെയാണ് ഇന്നേ ദിവസം. അതിന് അവകാശപ്പെട്ടത് DHRM ആണെന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടുള്ള ചരിത്ര പഠനവും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ജനാധിപത്യ വീക്ഷണവും അത് പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൃത്യമായിട്ട് തന്നെ നൽകപ്പെടുന്നതുമായിട്ടുള്ള ഈ പ്രസ്ഥാനമായതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു അനുസ്മരണത്തിലൂടെ ഇന്ന് അയ്യൻകാളി യജമാനൻ്റെ ചരിത്ര മാഹാത്മ്യം പൊതുജന സമൂഹത്തിൻ്റെ മുൻപിലേക്ക് DHRMന് തുറന്നു കാട്ടാൻ സാധിച്ചത്. ഇവിടെ ജാതി നിയമങ്ങൾ കൊടികുത്തി വാണികൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നായും നരിയും സഞ്ചരിക്കുന്ന വഴികളിൽ മനുഷ്യനെന്ന മനുഷ്യജന്മത്തിൽ പരിണാമം പൂണ്ടിട്ടുള്ള ആദിവാസി ജനസമൂഹത്തിനും ദളിത് ജനസമൂഹത്തിനും ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യവും അവകാശവും നിയമം മൂലം, എഴുതപ്പെട്ട നിയമം മൂലം നിഷേധിച്ചിരുന്നു എന്നത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ അതിലൂടെ ആ ഐത്തത്തിനും അനാചാരത്തിനും എതിരായിട്ട് ആ ഐത്ത കുലത്തിൽ തന്നെ ജനിച്ച ഐത്തവും അനാചാരവും ഏറ്റുവാങ്ങിക്കപ്പെട്ട സമൂഹത്തിൽ തന്നെ ജനിച്ചു വീണ അയ്യൻകാളി യജമാനിലൂടെ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം, ബാല്യത്തിൽ തന്നെ തലപ്പന്ത് കളിച്ചുകൊണ്ടിരുന്ന പന്ത് മറ്റൊരു സവർണൻ്റെ പറമ്പിൽ വീണു എന്ന കാരണത്താൽ അയ്യൻകാളി യജമാനൻ്റെ പിതാവിനെ ക്രൂരമായിട്ട് കെട്ടിയിട്ട് ഉപദ്രവിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അത് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. ആ വേദനയുടെ ഫലമായിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രതിഷേധം തുടങ്ങിയെന്ന് നമ്മൾക്കറിയാം. പിന്നീട് ഇവിടെ നമുക്കറിയാം, മുടി മുറിക്കുവാനോ ദീക്ഷ പഠിക്കുവാനോ ഒന്നും തന്നെ അവകാശമില്ലായിരുന്ന ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം മുടി മുറിച്ചുകൊണ്ട് ഒരു അനാചാരത്തിനെതിരായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുയായികളും അതേ രീതിയിൽ തന്നെ മുടി മുറിച്ചുകൊണ്ട് ആ അനാചാരത്തിനെതിരായിട്ട് തന്നെ ആദ്യമായിട്ട് പ്രവർത്തിച്ചത് നമുക്കറിയാം. അതിനുശേഷം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്, ഇവിടെ ചന്ദനക്കട്ടിൽ ആചാരം എന്ന് പറയുന്ന ഒരു അനാചാരം നിലനിന്നിരുന്നു. കാരണം ദളിത് വിഭാഗത്തിൽ അല്ലെങ്കിൽ അധകൃത വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവോ യുവതിയോ നിയമപരമായിട്ട് പരസ്പരം അവരുടെ കുടുംബങ്ങൾ ആലോചിച്ചു കൊണ്ടൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യ രാത്രി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അവിടുത്തെ മാടമ്പിമാരോടൊപ്പം ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഇതിന് ചന്ദനക്കട്ടിൽ ആചാരം എന്നറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ കാലഘട്ടത്തിൽ ദളിത് സമൂഹങ്ങൾ പരസ്പരം നിയമപരമായിട്ട് വിവാഹം കഴിച്ചിരുന്നില്ല, മറിച്ച് അവർ സ്നേഹിച്ച് ഇഷ്ടപ്പെടുന്നവരെ വിളിച്ചുകൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കാരണം ആ അനാചാരം നിർത്തലാക്കപ്പെടുന്നതിന് വേണ്ടി, അതിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ ബലി കൊടുക്കാതിരിക്കപ്പെടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള നിയമങ്ങൾ ഈ സമൂഹത്തിൽ നടപ്പിലാക്കി. ഈ കാലഘട്ടത്തിലാണ് അയ്യൻകാളി യജമാനൻ വിവാഹം കഴിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം
അവിടെ കടന്നു വന്നിട്ടുള്ള ആ മാടമ്പിയുടെ വൃഷ്ണം കണ്ടിച്ചുകൊണ്ടാണ്, മുറിച്ചു മാറ്റിക്കൊണ്ടാണ് അതിനാദ്യമായിട്ട് പ്രതിഷേധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ പ്രതിഷേധം സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റപ്പെട്ടു. അതിനുശേഷം ഇവിടെ ചാലിയാർ തെരുവ് കലാപത്തിലൂടെ ഒരു പൊതുജനസമൂഹത്തിന് മറ്റുള്ളവരുടെ വഴികളിൽ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഇതിൻ്റെ തുടക്കം എന്നോണം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 125 വർഷം പിന്നിട്ട് കഴിയുമ്പോഴും ആ ചരിത്രങ്ങളൊന്നും തന്നെ ഇന്ന് പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു കാട്ടിയിട്ടില്ല. അതിനുശേഷം നടപ്പിലാക്കിയിട്ടുള്ള നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അതിനെ ഇവിടെ ഘോഷിക്കും നമുക്കറിയാം. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചാലിയാർ തെരുവ് കലാപം ഇന്ന് നടപ്പിലാക്കിയെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്കറിയാം ജനാധിപത്യം വന്ന് 63 വർഷം പിന്നിട്ട് കഴിയുമ്പോഴും ദലിതൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഏത് പരിധി വരെയാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് DHRMലൂടെ നമുക്കിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പൊതുജന സമൂഹത്തിന് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും ഉള്ളതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇതിൻ്റെ നോട്ടീസ് പ്രചരണാർത്ഥം ഇപ്പം നമ്മൾ കേരളത്തിലുള്ള തൃശ്ശൂർ വരെ ജില്ലകളിൽ ഇതിൻ്റെ നോട്ടീസ് പ്രചരണാർത്ഥം ഓരോ കോളനികളും ഞങ്ങൾ കയറി ഇറങ്ങി. കാരണം ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഇന്നത്തെ ദളിതൻ്റെ സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യനെന്ന രീതിയിലേക്ക് അവനെ മാറ്റിമറിക്കപ്പെടുന്നതിന് വേണ്ടി, വിവേകശേഷി ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി, ജനാധിപത്യത്തിൻ്റെ മൂല്യം മുഴുവൻ ജനസമൂഹവും പങ്കുവയ്ക്കപ്പെടുന്നതിനും അത് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിലേക്കൊരു പഠന വിഷയമായിട്ട് ഈ നോട്ടീസുമായിട്ട് ഞങ്ങൾ കടന്നു. പല മേഖലയിലും ബ്ലോക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കോളനിക്കാരായിട്ടുള്ളവരല്ല, മറിച്ചു കോളനിയുടെ പുറത്ത് താമസിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പച്ചയ്ക്ക് തന്നെ പറയാം, DHRM എവിടെ ചെന്നെന്ന് പറഞ്ഞാലും അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാർക്സിസ്റ്റ് പ്രസ്ഥാനം CPIM ഇവിടെ കൊടികുത്തിക്കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് ഈ കോളനിയിൽ നിങ്ങൾ കയറാൻ പാടില്ല, അവിടെ ചരിത്രം പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം, അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ ചിരട്ടയിലെ വെള്ളം കുടിപ്പിച്ചതും പൊതുവഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തതും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതും വസ്ത്രമുടുക്കാനുള്ള അനുവാദം നേടിക്കൊടുത്തതും ഞങ്ങളാണെന്ന് പറയുമ്പോൾ ആ പറയുന്നവർ ശരിക്കും ചരിത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്നോ കേട്ട് പറഞ്ഞിട്ടുള്ള, ആരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പഠിക്കേണ്ടത്, മറിച്ച് യഥാർത്ഥ ചരിത്രം എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പൊതുസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്, സാമൂഹ്യ പ്രവർത്തകരായിട്ട് അവർ ഇറങ്ങിത്തിരിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ മാർക്സിയം തിയറി വരുന്നതിന് മുമ്പ് തന്നെ, സോഷ്യലിസം കടന്നു വരുന്നതിൻ്റെ മുമ്പ് തന്നെയാണ് അയ്യൻകാളി യജമാനം പൊതുവഴി സഞ്ചാരത്തിലൂടെ ഇവിടുത്തെ നിഷേധിക്കപ്പെട്ട ആ ഒരു വഴി പൊതുജന സമൂഹത്തിന് തുറന്നു കൊടുത്തത്. പക്ഷേ ഇന്നും ആ ജാതി നിയമത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കൂടപ്പിറപ്പുകളുടെയും അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ വേദിയിൽ വന്നിട്ടുണ്ട് കാസർഗോഡുള്ള DSS പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന OK പ്രഭാകരൻ സാറ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ വലിയൊരു സംഭവം ഉണ്ടായി. ഇവിടെ ഓരോ കുടുംബങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപാനത്തിലൂടെയാണ്. ഇവിടെ പള്ളികളിൽ നമുക്കറിയാം ഓരോ അമ്മമാരും സഹോദരിമാരും നോയമ്പ് നോറ്റ് നടക്കുന്നു. തൻ്റെ മക്കളുടെ മദ്യപാനം ഒന്ന് നിർത്താൻ വേണ്ടി, തങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് നിർത്താൻ വേണ്ടി, സഹോദരൻ്റെ മദ്യപാനം ഒന്ന് നിർത്താൻ വേണ്ടി, ആ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഓരോ ആദിവാസി കോളനികളും ഞങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ ഒരു ബോധവുമില്ലാത്തൊരു സമൂഹത്തെ ഞങ്ങൾക്ക് നേരിട്ട് കാണുകയും നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഭർത്താവിൻ്റെ മദ്യപാനം നിർത്താൻ വേണ്ടി അവിടെ ഹോമവും അർച്ചനയും കഴിക്കാൻ വേണ്ടി അമ്മമാരും സഹോദരിമാരും സ്ത്രീ സമൂഹം ഇവിടെ ക്യൂ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കാരണം ഏത് വിധേനയും മദ്യപാനം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ നിലവിളിച്ചുകൊണ്ട് ഓരോ കുടുംബങ്ങളും രാത്രി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ പറമ്പുകളിൽ പോയി കിടന്നുറങ്ങുന്ന ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്കറിയാം ഭയന്നുകൊണ്ട്. അതിൽ നിന്ന് മോചനത്തിനായിട്ട് ഒരു സമൂഹത്തിൻ്റെ വംശം പോലും ഇവിടെ നശിച്ചുകൊണ്ടും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, മദ്യപാനത്തിലൂടെ. പക്ഷെ അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, മറ്റൊരു പ്രസ്ഥാനവും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കാണ് DSS ഈ മാസം 30-ാം തീയതി അവിടെ 1000 കുടുംബങ്ങളിൽ മദ്യനിരോധന പ്രതിജ്ഞ എടുക്കുന്നു. 1000 കുടുംബങ്ങളിലുള്ളവർ മദ്യനിരോധന പ്രതിജ്ഞ അവരെടുക്കുകയാണ്, മദ്യപാനം ഉപേക്ഷിച്ചവർ. അല്ലാതെ ഇവിടുത്തെ മദ്യപാനം നമുക്കറിയാം, നിരോധന പ്രതിജ്ഞയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. കാരണം ആ പ്രതിജ്ഞയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത്ര കുപ്പി വേണമെന്ന് മുൻകൂട്ടി പറയും.
മദ്യം അതിൻ്റെ ആ പ്രതിജ്ഞ കഴിയുമ്പോൾ തന്നെ ഇത്ര കുപ്പി മദ്യം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതിജ്ഞയല്ല, മറിച്ച് ഒരു കുടുംബത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളത്, എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്ന് ഓരോ വ്യക്തികൾക്കും ബോധ്യമായതിനു ശേഷം ഉള്ള പ്രതിജ്ഞയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ പ്രതിജ്ഞയുടെ നോട്ടീസ് പ്രചരണാർത്ഥം കോളനികൾ തോറും കയറി ഇറങ്ങിയിട്ടുള്ള അവിടുത്തെ ആദിവാസി കൂടപ്പറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ന് 7 പേരോളം ആശുപത്രിയിലാണ്. അതിൻ്റെ കാരണം അവിടെയും കയറിയത് മറ്റാരുമല്ല, അവിടുത്തെ മാർക്സിസ്റ്റ് പ്രവർത്തകരാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അവർ മദ്യത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ തന്നെ അവർ പറയുന്ന തരത്തിലേക്കുള്ള കുപ്പികൾ അവിടെ കൊണ്ടെത്തിക്കേണ്ട ബാധ്യതയുണ്ടോ എന്ന് അതിൽ പങ്കെടുക്കുന്നവർ നമ്മളോട് പറയുന്നു, അതിൽ പോയിട്ടുള്ളവർ അവരുടെ സാക്ഷ്യം നമ്മളോട് പറയുന്നു. ഇത്തരത്തിലുള്ളവരാണ് പറഞ്ഞത്, കോളേജിൽ നിങ്ങൾ കയറാൻ പാടില്ല. കയറി ചെന്നവരെയോ ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും മൃഗീയമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ഗതികേടിലേക്കായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രസക്തി കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എവിടെയും ഏതൊരു മനുഷ്യനും കടന്നു ചെല്ലാൻ പറ്റുന്നതാണ്, ആർക്കും തടസ്സമില്ല. കാരണം ഒരു സ്വതന്ത്ര രാജ്യമാണ് ഇന്ത്യ. തുല്യനീതിയും സമത്വവും സാഹോദര്യം വിഭാവനം ചെയ്യുന്ന ഈ രാജ്യത്താണ്, ഈ കേരള സംസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മദ്യനിരോധന പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശവുമായിട്ട് കടന്നു ചെന്നവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിക്കേണ്ട അവസ്ഥ വരെ ഇന്ന് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇത്തരത്തിൽ നോക്കുമ്പോൾ ദളിതൻ എവിടെയും കയറി ചെല്ലാം. എങ്ങനെ? ഒറ്റയ്ക്ക് കയറി ചെല്ലാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്നണിയായിട്ട് കടച്ചെല്ലാം. മറിച്ച് ഒരു സമൂഹമായിട്ട് കയറാൻ പാടില്ല, ഒരു പൗരസമൂഹമായിട്ട് കയറി പോകാൻ അവന് അവകാശമില്ല. ഞാൻ വരയ്ക്കുന്നിടത്ത് വരച്ച വരയെ നിർത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വരയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അവിടെ നീ നിന്നാൽ മതി എന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ദളിത് സമൂഹത്തിൻ്റെ അവസ്ഥ ചെന്നെത്തിയിരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഈ ഒരു മദ്യനിരോധനത്തിൻ്റെ വിഷയം പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ ദളിത് ജനസമൂഹത്തിൻ്റെ ജനസംഖ്യ ആനുപാതികം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വംശം നശിച്ചുകൊണ്ടേയിരിക്കുന്നു, വംശഹത്യ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഭരണകൂടങ്ങളും പ്രതിപക്ഷങ്ങളും ഒക്കെ തന്നെ ഇവിടെ കാലാകാലങ്ങൾ കൊണ്ട് ഇവിടുത്തെ ദളിതന് പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ മദ്യനിരോധനം നടത്തിക്കൊണ്ട് സമ്പന്നമാക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രഘോഷണം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആദിവാസി മേഖലയിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് പാടികൾ എന്നറിയപ്പെടുന്ന മദ്യശാലകൾ. അവിടെ രാവിലെ ചെല്ലുമ്പോഴും കാണാൻ, വൈകുന്നേരം ചെല്ലുമ്പോഴും കാണാൻ പറ്റും. അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ നേരിട്ട് പോയി അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ മൂടുവെട്ടി എന്ന് പറയുന്ന മദ്യം കെട്ടിക്കൊണ്ട് ഓരോരുത്തരുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടിടും. ആ മദ്യം എടുത്ത് കുടിക്കുന്നവർക്കന്ന് ജോലിക്ക് വരാം, ആ മദ്യം വേണ്ടാത്തവർക്ക് ജോലിക്ക് വരാൻ അവകാശമില്ല. ഇത് ഓരോ ആദിവാസി ഊരുകളിലും നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് ദളിത് സമൂഹത്തിൻ്റെ വംശം നശിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു നഗ്നസത്യം പൊതുലോക സമൂഹത്തിന് മുമ്പിൽ നമുക്ക് തുറന്നു കാട്ടേണ്ടതായിട്ടുണ്ട്. അതിന് മോചനം എന്താണ്? ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, DHRM പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിൽ നിന്ന്, DHRMൻ്റെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്ന് മദ്യത്തെ പൂർണ്ണമാക്കി മാറ്റി നിർത്തി എന്നുള്ളത് ആത്മാഭിമാനത്തോടുകൂടിയും തൻ്റെ ഇടത്തോടുകൂടിയും DHRMൻ്റെ ഓരോ അംഗങ്ങൾക്കും പറയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ്. ആ അവകാശം ഇന്ന് കേരളത്തിൽ DHRM എന്ന് പറയുന്ന ദളിത് സംഘടനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ആദിവാസി മേഖലകളിലേക്ക്, അത് അട്ടപ്പാടിയായാലും ശരി, ഏത് മേഖലയായാലും ശരി, DHRMനെ അങ്ങോട്ടൊന്ന് കടത്തിവിടുക. അപ്പോൾ നമുക്കറിയാം, അവിടെ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളുടെയും മനസ്സിൽ നിന്ന് മദ്യത്തെ എടുത്ത് തുടച്ചു മാറ്റപ്പെടുന്നതിന് വേണ്ടി DHRMൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ളത് ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അവിടെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. എന്താണ് കാരണം? ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന, ഞങ്ങൾ പറയുന്ന തോട്ടുകുത്തുന്ന, ഞങ്ങൾ പറയുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്ന അവിടുത്തെ സഹാക്കന്മാരായിട്ടുള്ളവരെ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സഹാക്കന്മാരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, മറിച്ച് പട്ടികജാതി സഹാക്കന്മാരെ അല്ലെങ്കിൽ ആദിവാസി സഹാക്കന്മാരെ ഇവിടുത്തെ വലിയ സഹാക്കന്മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അവിടെ തടസ്സമാണ്. അവിടെ പറഞ്ഞ് വാക്കാൽ തടസ്സപ്പെടുത്തിയാൽ നമ്മൾ ചെന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അടിച്ചമർത്തുന്ന രീതി, ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സമൂഹത്തെ കൊന്നൊടുക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും
നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ DHRM പ്രവർത്തകരെ, DHRMൻ്റെ പ്രവർത്തനത്തെ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയാം അവർക്കുള്ള പോഷകാഹാരങ്ങൾ ഏതൊക്കെ രീതിയിൽ സ്വന്തം മണ്ണിൽ അധ്വാനിച്ചുകൊണ്ട്, പാട്ടം കൊടുത്തുകൊണ്ടല്ല, മറിച്ച് സ്വന്തം മണ്ണിൽ കൃഷി ചെയ്തുകൊണ്ട് ഓരോ കുടുംബത്തിനും പോറ്റാനുള്ള ആഹാര സുരക്ഷിതത്വം കൃത്യമായിട്ട് ഈ സമൂഹത്തിൽ കൊടുക്കുവാൻ DHRMനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അസ്വസ്ഥമായി നിൽക്കുന്നതും അതോടൊപ്പം തന്നെ വംശം നശിച്ചുകൊണ്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സമൂഹത്തെ അതിൽ നിന്ന് മാറ്റി നിന്നുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുമെന്നുള്ളത് ആത്മാഭിമാനത്തോടുകൂടി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിൽ DHRMൻ്റെ പ്രവർത്തനം ഇന്നിവിടെ നടക്കുമ്പോൾ ഈ 125 വർഷത്തെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് DHRMന് മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ കാരണം ഇതൊരു ജാതി പ്രസ്ഥാനമല്ല. ഇത് ജനാധിപത്യവാദികളായിട്ടുള്ള, ജനാധിപത്യത്തിൻ്റെ മൂല്യവും മഹിമയും ഈ കേരള സംസ്ഥാനത്തും ഇന്ത്യയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേദിയിൽ, ഈ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുവാനും പറയുവാനും ഈ 64 വർഷക്കാലത്തെ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലമായിട്ട്, ഭരിച്ചവരുടെ ഫലമായിട്ട്, ഭരണഘടന ഫലമല്ല മറിച്ച് ഭരണത്തിൻ്റെ ഫലമായിട്ട്, ഭരിച്ചവരുടെ ഭരണമായിട്ട് ഇത്തരത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന, ഇരകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് മാത്രമേ ജനാധിപത്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ. കാരണം ജനാധിപത്യം യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ മോചനം നേടപ്പെടുന്നത് ഈ ജനസമൂഹമാകുമെന്നുള്ളതാണ്. മോചനം നേടിയിട്ടുള്ളവർ അതിലൂടെ ചൂഷക സമൂഹമായിട്ട് മാത്രം ദളിത് ജനസമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു, ആദിവാസി ദളിത് വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ DHRMന് മാത്രമേ, ഇത്തരത്തിൽ പ്രഖ്യാപിക്കുവാൻ DHRMന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി മാറ്റപ്പെടേണ്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും ഗതികേടും എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം ജനാധിപത്യം എങ്ങോ നിൽക്കുന്നു, മറിച്ച് ജനാധിപത്യത്തിൻ്റെ പേരിലൂടെ ഭരണങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ള എൻ്റെ കൂടപ്പിറപ്പുകളെ, പ്രിയമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ളവരെ, ഒരു നല്ല നാളേക്ക് വേണ്ടി, ജനാധിപത്യത്തിൻ്റെ വരവേൽപ്പിന് വേണ്ടി, യഥാർത്ഥ ജനാധിപത്യം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നതിന് വേണ്ടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളെയും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിൽ അയ്യൻകാളി യജമാനൻ്റെ 125ാമത്തെ ചാലിയ തെരുവ് കലാപത്തിൻ്റെ അനുസ്മരണ ദിനമായ ഇന്നേ ദിവസം ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറ്റപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ ആദ്യത്തെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള അയ്യൻകാളി യജമാനനെ അനുസ്മരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളും ഇവിടെ ചരിത്രം നഷ്ടപ്പെട്ടവർക്കും, ചരിത്രം മറന്നുപോയിട്ടുള്ളവർക്കും, ചരിത്രം മറയ്ക്കപ്പെട്ടുകൊണ്ട് വ്യാജ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നവരുടെയും മുമ്പിൽ പുതിയൊരു ചരിത്രം തുറക്കപ്പെടുന്നതിന് വേണ്ടി DHRMൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും ഇവിടെ ഒരു മാതൃകയായി മാറ്റപ്പെടുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ബഹുമാന്യായ ദലിത് ബന്ധു, ചരിത്രകാരനും ഗവേഷകനുമായിട്ടുള്ള ദലിത് ബന്ധു NK ജോസാനോട് ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം ഇന്നത്തെ ഈ വേദിയിൽ വന്നെത്തി ഈ വേദി ധന്യമാക്കി തീർക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥത കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഈ പൊതുജനസമൂഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശം റെക്കോർഡ് ചെയ്ത് തന്നുവിട്ടിട്ടുണ്ട്. ആ സന്ദേശം പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ആരാധനാപൂർവം ഇവിടെ അത് ഈ നിമിഷം തന്നെ ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും ഞാൻ പിന്മാങ്ങുന്നു. കറുത്ത വിപ്ലവ അഭിവാദനം. പ്രിയ മക്കളെ, സുഹൃത്തുക്കളെ, മഹാനായ അയ്യങ്കാളി എന്ന നമ്മുടെ പിതാവിൻ്റെ ജീവിത സമരത്തിലെ ഒരു പ്രധാന അധ്യായമായ ചാലിയത്തെരുവ് സമരത്തിൻ്റെ ശതോത്തര ജൂബിലി നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും നേരിൽ കാണുവാനും സൗഹൃദം പുതുക്കുവാനും എനിക്ക് അതിയായ